എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ധർമ്മേന്ദ്ര പ്രധാനെ പറ്റിയുള്ള ക്ലാസ്സാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം രാജിവെച്ച കാര്യം നമ്മൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച തീയതി നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച തീയതി 2026 ജൂലൈ 25. ഈ ഒരു കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേനോട് അടയാളപ്പെടുത്തി വെച്ചോളാം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷ ആയിക്കോട്ടെ, ഡിഗ്രി ലെവലിൽ ഉള്ള പരീക്ഷ ആയിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ കൂടുതലും സാധ്യത ഉള്ളതാണ് ഈ ഒരു തീയതി. അതുകൊണ്ട് ഇത് ചുവപ്പ് മഷി പേനോട് നിങ്ങളുടെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി വെച്ചോളാം. 2026 ജൂലൈ 25 കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. അദ്ദേഹം രാജിവെച്ചു, ശരിയാണ്. എങ്കിൽ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? അത് പ്രഹ്ലാദ് ജോഷി. ഇവിടെ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കാൻ സാധിക്കും. ഒന്ന്, ഡേറ്റ്, അദ്ദേഹം രാജിവെച്ച തീയതി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അറിയാമല്ലോ, 1947 ഓഗസ്റ്റ് 15. അത് എല്ലാവർക്കും ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഇതൊരു നല്ല ചോദ്യമാണ്. ഇതിൻ്റെ ആൻസറാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേ നവംബർ 11. ഈ ഒരു തീയതി ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ ദിനം, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ എന്ന് പറയുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് നവംബർ 11. അത് ആരുടെ ബർത്ത്ഡേ ആണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേത്. എങ്കിൽ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ. എങ്കിൽ ദേശീയ അധ്യാപക ദിനം എന്നാണ്. ദേശീയ അധ്യാപക ദിനം അത് സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ഇത് ആരുടെ ബർത്ത്ഡേ ആണ്? അത് ഡോക്ടർ S രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 5. അതുകൊണ്ടാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇത് കണക്റ്റിംഗ് ഫാക്ട്, അതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള MP ആണ്? ലോക്സഭ MP ആണ്. അതറിയാമോ? അതിൻ്റെ ആൻസറാണ് ഒഡീഷ. ഒഡീഷയിലെ സംബൽപൂർ. ഒഡീഷയിലെ സംബൽപൂരിൽ നിന്നുള്ള ലോക്സഭ ലോക്സഭ MP ആണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഈ ഒരു കാര്യം ചോദിക്കുമ്പം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് ചോദിക്കുള്ളൂ. അതല്ല അങ്ങനെ ഒരു അറിയാമല്ലോ, ആ രീതിക്ക് ഒരു 3 ഓപ്ഷൻ തരും, അല്ല 3 കാര്യങ്ങൾ തരും, അതിനകത്തുനിന്ന് കുറേ ഇതുണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. ധർമ്മേന്ദ്ര പ്രധാന് ശേഷമുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? അതാണ് രമേശ് പൊഖ്രിയാൽ. രമേശ് പൊഖ്രിയാൽ. ഇതാണ് ധർമ്മേന്ദ്ര പ്രധാന് മുമ്പുണ്ടായിരുന്ന കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഞാനിപ്പം ഒരുപാട് കണക്റ്റിംഗ് ഫാക്റ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോണത്. ഇതൊന്നും കാണിച്ചാൽ പാഴായി പോവില്ല. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരം ഉണ്ടാവും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറഞ്ഞുതരാം. അതായത് 1997 ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ABVPയുടെ വലിയ ഒരു നേതാവൊക്കെ ആയിരുന്നു. ABVP അറിയാമല്ലോ. ABVP നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ABVP ഒക്കെ ഉണ്ട്. SFI ഉണ്ട്, KSC ഉണ്ട്, ABVP ഉണ്ട്, MSF ഉണ്ട്. അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ABVP അതായത് 1997 കാലഘട്ടത്തിൽ ഒഡീഷ അറിയാലോ. ഒഡീഷയിൽ അന്ന് ഭരണം നടത്തിയിരുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ്. ഒഡീഷയിൽ 1997 ഭരണം കൈകാര്യം ചെയ്തത് കോൺഗ്രസ് ആണ്. അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരത്തിനുണ്ടായിരുന്ന വ്യക്തിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അന്ന് അതായത് 1997
ഒഡീഷയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വ്യക്തിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. എന്നാൽ ഇന്ന് 2026 ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. കാലം പോയ പോക്ക് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഈ ചിലരൊക്കെ പറയും കർമ്മ ഈസ് എ ബൂമറാങ് എന്നൊക്കെ പറയും. പക്ഷേ കർമ്മ അങ്ങനെയുള്ള അതിനെപ്പറ്റി ഞാൻ പറയാനില്ല. എങ്കിലും ചില സമയത്ത് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും. പിന്നെ 1997 എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒഡീഷ എന്ന് പറഞ്ഞല്ലോ, ഒഡീഷയുടെ തലസ്ഥാനം എവിടെയാണ്? ഒഡീഷയുടെ തലസ്ഥാനം അതറിയാമോ? അത് ഭുവനേശ്വർ. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സംഭവം 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളാം. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. ഓക്കെ ആണല്ലേ? എങ്കിൽ ഇതുമായിട്ട് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം ചോദിക്കാം. അതായത് ഒഡീഷയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാജി. ഇതിൻ്റെ സ്പെല്ലിങ് മാജി എന്നുള്ള ഇതിൻ്റെ സ്പെല്ലിങ് MAJHI മാജി. ഇത് സ്പെല്ലിങ് നിങ്ങൾ നോക്കണ്ട, ഇത് മാത്രം ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. അതായത് ഒഡീഷയുടെ ഇപ്പോഴത്തെ CM മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാജി. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും ഗവർണർമാരും നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചോളണം. കാര്യം ഇത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് 10ാം ക്ലാസ് +2 ലെവലിലുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മുഖ്യമന്ത്രിമാരുടെ പേരാണ് ചോദിക്കുന്നത്. എന്നാൽ ഡിഗ്രി ലെവലിലുള്ള പരീക്ഷയ്ക്കാണ് പോകുന്നത്, നിങ്ങൾ എഴുതാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അതിലുറപ്പായിട്ടും ഗവർണർമാരുടെ പേര് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഈ പറഞ്ഞ സംഭവം മനസ്സിലായോ? അതായത് മുഖ്യമന്ത്രിമാരും ഗവർണർമാരും നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച് വച്ചേക്കണം. അതിൽ 10ാം ക്ലാസ് +2 ലെവലിലുള്ള പരീക്ഷ, ഇപ്പം ഫയർമാൻ പരീക്ഷ, LD ക്ലർക്ക് പരീക്ഷ, ബിവറേജസിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷ, ഇങ്ങനെയുള്ള പരീക്ഷ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയുടെ പേര് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. ധർമ്മേന്ദ്ര പ്രധാനമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളും പിന്നെ കണക്റ്റിംഗ് ഫാക്റ്റും എല്ലാം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് കോക്രോച്ച് ജനതാ പാർട്ടിയെ പറ്റിയുള്ള വിശദീകരിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കോക്രോച്ച് ജനതാ പാർട്ടി CJP, ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ചിലപ്പോൾ ഇനി വരുന്ന PSC പരീക്ഷ, അതായത് +2 ലെവലിലുള്ള പോലും പരീക്ഷകൾക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫുൾ ഫോം CJP എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചിരിക്കാം. അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. 2026 മെയ് 15 ഈ ഒരു തീയതി ശ്രദ്ധിച്ചു വെച്ചോളണം. 2026 മെയ് 15 മെയ് 15 നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. അതായത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് 2026 മെയ് 15 അന്ന് ഒരു വാദത്തിനിടെ തൊഴിലില്ലാത്ത ചില യുവാക്കളെ പാറ്റകളുമായിട്ട് ഉപമിച്ചിട്ടുണ്ടായിരുന്നു. തൊഴിൽ ഇല്ലാത്ത കുറച്ച് യുവാക്കളെ പാറ്റകളുമായിട്ട് ഉപമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു രൂപീകരണം വരുന്നത്. ഇപ്പോൾ നിലവിൽ ഇത് ഒരു പരിഹാസ രാഷ്ട്രീയ കൂട്ടായ്മ അങ്ങനെയുള്ള ലെവലിലേക്കാണ് നിൽക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി ഇതുവരെയായിട്ടും ഒരു നാഷണൽ പാർട്ടിയൊന്നുമല്ല, ഇതൊരു പരിഹാസ രാഷ്ട്രീയ കൂട്ടായ്മ. ഇത് പ്രധാനമായിട്ടും ഇൻസ്റ്റാഗ്രാമിലാണ് ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇൻസ്റ്റയിലാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. മെയ് 15 സൂര്യകാന്ത് അദ്ദേഹം ഒരു പാറ്റ എന്ന് വിളിച്ചു. പക്ഷേ മെയ് 16 ആകുമ്പം ഒരുപാട് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വന്നു ചേർന്നു. ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത വ്യക്തിയാണ് അഭിജിത്ത് ദീപ്കെ. ഈ ഒരു പേര് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാര്യം ഇദ്ദേഹമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെയായിട്ട് ഇതിനെ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊന്നും അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഇനി വരുന്ന ഇലക്ഷൻ ഉണ്ടല്ലോ, ഇപ്പം ഏതെങ്കിലും സ്റ്റേറ്റ് ഇലക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ MP ഇലക്ഷൻ, ലോക്സഭ
MP ഇലക്ഷൻ അങ്ങനെയുള്ള ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അതിൽ വലിയ ഒരു റോൾ തന്നെ ഉണ്ടാകും. പിന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ആരുടെ കൂടെ നിൽക്കും എന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുമോ അല്ലെങ്കിൽ ബി ജെ പിയിലൂടെ ഒരിക്കലും നിൽക്കാൻ പോകണില്ല. അറിയാമല്ലോ ഇപ്പം ഇവർ അതേ ഇനി സ്വന്തമായിട്ട് ഇവർ നിൽക്കുമോ എന്നുള്ളതൊന്നും അറിയണ്ട. പക്ഷേ ഇനി വരുന്ന ഇലക്ഷനിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നല്ല പോലത്തെ ഒരു കുറേ സീറ്റുകൾ അവർക്ക് ഒപ്പിച്ചെടുക്കാൻ സാധിക്കും. നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള എല്ലാ ബഹളം ഉണ്ടായത്. പക്ഷേ നീറ്റ് ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ എഴുതുന്ന PSC അറിയാമല്ലോ, PSC പരീക്ഷ ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും പരീക്ഷ പേപ്പർ ചോരുക എന്ന് പറഞ്ഞാൽ അതൊരു കാരണം അത് സത്യം പറഞ്ഞാൽ ദുഃഖമുള്ള കാര്യം തന്നെയാണ്. കാര്യം കുറേ പിള്ളേർ പഠിച്ചെഴുതും. ഇപ്പം ഒരുപാട് കുട്ടികൾ പഠിച്ചെഴുതിയിട്ട് ലാസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ അറിയാമല്ലോ പരീക്ഷയെ ഹാക്ക് ചെയ്ത് പോകണ പരിപാടി എന്ന് വെച്ചാൽ ഒരുപാട് ദുഃഖമുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ എഴുതാൻ ഈ PSCയുടെ പരീക്ഷ ഈ ചോദ്യപേപ്പർ ചോർന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് പ്രതികരിക്കും. അതാരായാലും പ്രതികരിച്ച് പോകും. കാര്യം വെച്ചാൽ കഷ്ടപ്പെട്ട് പഠിക്കണവനെ അതിൻ്റെ വില അറിയാവൂ. ശരിയല്ലേ? അതായത് കഷ്ടപ്പെട്ട് പഠിക്കണവനെ അതിൻ്റെ വില അറിയാവൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സൂര്യകാന്ത് എന്ന് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ്? സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് സൂര്യകാന്ത് എന്നുള്ളൊരു ചോദ്യം ഇനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് 53. എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ. സൂര്യകാന്ത് എന്ന് ഞാൻ പറഞ്ഞു ശരിയാണ്. എങ്കിൽ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസാണ് BR ഗവായി. BR ഗവായി. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചോളണം. ഇതും സ്റ്റേറ്റ്മെൻറ്റ് വൈസായിട്ടൊക്കെ ചോദിക്കുള്ളൂ. അല്ലാതെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ഡയറക്റ്റ് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എങ്കിലും നമുക്ക് പഠിച്ചു വച്ചേക്കണം. കാര്യം ഇത് സ്റ്റേറ്റ്മെൻറ്റ് വൈസായി പ്രതീക്ഷ പരീക്ഷയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം 53ാമത്തെ ചീഫ് ജസ്റ്റിസാണ് സൂര്യകാന്ത് എങ്കിൽ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസാണ് BR ഗവായി. പിന്നെ പറഞ്ഞത് ഇതൊരു ചെറിയ വീഡിയോ ആണ് നോക്കണ്ട. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഉറപ്പായിട്ട് 2 മാർക്ക് കുറയാതെ നിങ്ങൾക്ക് കിട്ടും. കാര്യം ഇനി വരുന്ന ഏതൊരു PSCയുടെ പരീക്ഷ എടുത്താലും കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരിക്കും. അത് എപ്പോഴെന്നറിയാമോ? ഈ 2026 എന്നുള്ള വർഷം എപ്പോഴാണ് തീരണത് അതുവരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ നല്ലതായിക്കോട്ടെ, രാഷ്ട്രീയം ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ ഓക്കെ, ബൈ.